നമസ്കാരം. ഇറാന്റെ മുന്നിൽ മുട്ടുമടക്കി ട്രംപ്. തലയറത്തു മാറ്റുന്ന അമേരിക്കൻ തന്ത്രം പിഴച്ചുപോയി. നമുക്കറിയാം ഇറാഖുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ. സദ്ദാം ഹുസൈനെ നമുക്കറിയാം. ആ സദ്ദാമിനെ മുട്ടുകുത്തിച്ച അമേരിക്കയ്ക്ക് പിഴച്ചത് എവിടെയാണ്? പെന്റഗണിനെ വെല്ലാൻ അലി ജാഫരി ഒരുക്കിയ മൊസൈക് തന്ത്രം എന്താണ്? അമേരിക്കയുടെ തലയറത്താൽ ഉടൽ വീഴുമെന്ന ഇറാഖ് മോഡൽ തന്ത്രം എന്തേ ഇറാനിൽ പരാജയപ്പെട്ടു? മാത്രമല്ല, ഒരു യുദ്ധത്തിൽ വിജയിച്ചില്ല എങ്കിൽ കൂടിയും ഇറാൻ തോൽക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഫെബ്രുവരി 28 നടന്ന ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയിലൂടെ ഇറാന്റെ ഭരണസുരാ കേന്ദ്രങ്ങളെ അമേരിക്കയും ഇസ്രായേലും തകർത്തെറിഞ്ഞത് എങ്കിലും പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് മറ്റൊരു വാർത്തയാണ്. ആയത്തുള്ള അലി ഖമേനി അടക്കമുള്ള ഉന്നത നേതൃത്വം ഒന്നടങ്കം കൊല്ലപ്പെട്ടിട്ടും ഇറാൻ വീണിട്ടില്ല എന്നുള്ളതാണ്. 2003 ഇറാഖിൽ സദ്ദാം ഹുസൈന്റെ സൈന്യത്തെ 26 ദിവസം കൊണ്ട് തകർത്തതുപോലെ ഇറാനെയും വരുതിയിലാക്കാമെന്ന പെന്റഗന്റെ കണക്കുകൂട്ടലുകൾ സത്യത്തിൽ പാളിയിരിക്കുന്നു. നേതൃത്വം നഷ്ടപ്പെട്ടാൽ രാജ്യം തകരുമെന്ന പാശ്ചാത്യ തന്ത്രങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാന്റെ മിസൈലുകൾ ഇപ്പോഴും പശ്ചിമേഷ്യൻ ആകാശത്ത് തീമഴ പെയ്യിക്കുകയാണ്. കമാൻഡർമാരില്ലെങ്കിലും യുദ്ധം തുടരാൻ പാകത്തിൽ ഇറാനെ വാർത്തെടുത്ത മുഹമ്മദ് അലി ജാഫരിയുടെ തന്ത്രങ്ങളാണോ അമേരിക്കയ്ക്ക് തിരിച്ചടിയാകുന്നത് എന്നുള്ളതാണ്. അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ പാടെ തെറ്റുകയാണ്. 2003 ഇറാഖിൽ നേടിയെടുത്തതുപോലെ അതായത് 2026 ഇറാനിലും സാധിക്കാമെന്ന് അമേരിക്ക ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകാം. 2003 അമേരിക്ക ഇറാഖ് അധിനിവേശം നടത്തിയപ്പോൾ സദ്ദാം ഹുസൈന്റെ സൈന്യത്തെ തകർക്കാൻ വെറും 26 ദിവസത്തെ സജീവ സൈനിക നീക്കം മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഇറാനിലെ ഒരാൾ 2003 ഇറാഖ് യുദ്ധത്തെ വളരെ സൂക്ഷ്മമായി പഠിച്ചിരുന്നു. സദ്ദാമിന്റെ ഭരണകൂടം തകർക്കുന്നത് പോലെ അല്ലെങ്കിൽ തകർന്നതുപോലെ ഇറാന്റെ ഭരണം തകരാതിരിക്കുവാൻ അദ്ദേഹം ദൃഢനിശ്ചയമെടുത്തു. അത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുൻ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്ന മേജർ ജനറൽ മുഹമ്മദ് അലി ജാഫരി ആയിരുന്നു. 2026 ഫെബ്രുവരി 28 അമേരിക്കൻ ഇസ്രായേൽ സൈന്യങ്ങൾ സംയുക്തമായിട്ട് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ആരംഭിച്ചു. ഇറാന്റെ ഉന്നത കമാൻഡ് തലങ്ങളെ ലക്ഷ്യമിട്ട് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും പ്രിസിഷൻ മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ അതിശക്തമായിട്ടുള്ള ആക്രമണമായിരുന്നു അത്. ഈ ആക്രമണത്തിൽ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി, IRGC കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ മുഹമ്മദ് പാക്പൂർ, പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ബ്രിഗേഡിയർ ജനറൽ അസീസ് നസീർ സാദെ, സായുധ സേനാ മേധാവിയായിട്ടുള്ള ലഫ്റ്റനന്റ് ജനറൽ സയ്യിദ് അബ്ദുറഹീം മുസാവി തുടങ്ങി നിരവധി ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടു. ഇറാന്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനത്തെ പൂർണ്ണമായിട്ടും തകർക്കുവാനും തിരിച്ചടി തടയാനുമായിരുന്നു ഈ നീക്കമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഫോർ വാർ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. എന്നാൽ അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിച്ചതുപോലെ ഇറാന്റെ പതനം സംഭവിച്ചില്ല. 2 ആഴ്ച പിന്നിടുമ്പോഴും തളരാത്ത ഇറാൻ ശക്തമായുള്ള തിരിച്ചടി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇറാനിലെ നേതൃത്വം പൂർണ്ണമായിട്ടും ഇല്ലാതായാൽ പോലും പോരാട്ടം തുടരാൻ സാധിക്കുന്ന വിധത്തിൽ മുഹമ്മദ് അലി ജാഫരി രൂപപ്പെടുത്തിയ ഒരു സംവിധാനം ഉണ്ടായിരുന്നു അവിടെ. അതായത് ഈ ഡിസെൻട്രലൈസ്ഡ് മൊസൈക് ഡിഫൻസ് എന്ന പ്രതിരോധ തന്ത്രം. ആ പ്രതിരോധ തന്ത്രമാണ് ഇറാൻ ഇത് സാധ്യമാക്കിയത് എന്നുള്ളത്. മുൻകൂട്ടി നിശ്ചയിച്ച പദ്ധതികൾക്കനുസരിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ ശേഷിയുള്ള യൂണിറ്റുകളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കുന്ന രീതി. ഫെബ്രുവരി 28 സംയുക്ത ആക്രമണത്തിന് പിന്നാലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടിയും ആരംഭിച്ചിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ബഹ്റൈൻ, ഖത്തർ, UAE, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തുരുതരെ പതിച്ചു ഇറാന്റെ ഭാഗത്തു നിന്ന്. ഇസ്രായേലിനുള്ളിലെ ലക്ഷ്യങ്ങൾക്കും ഗൾഫ് സഖ്യകക്ഷികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയും വളരെ കൃത്യമായിട്ടുള്ള ഇറാന്റെ ആക്രമണം ഉണ്ടായി. ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ നിഷ്പക്ഷ രാജ്യങ്ങളെ ആക്രമിച്ചതിൽ ഇറാൻ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാൻ മാപ്പ് പറയുകയും ഗൾഫ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ ബഹുമാനിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തുവെങ്കിലും ആക്രമണങ്ങൾക്ക് ശമനം ഉണ്ടായില്ല എന്നതാണ്. യുദ്ധം ഇപ്പോൾ 14 ദിവസമായിട്ടുള്ള മാർച്ച് 13 ആകുമ്പോഴേക്കും ഇറാന്റെ മിസൈൽ വർഷം തടസ്സമില്ലാതെ തുടരുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്. ഇറാന്റെ അതിവേഗത്തിലുള്ളതും നിലയ്ക്കാത്തതുമായിട്ടുള്ള ഈ തിരിച്ചടി രാജ്യം തകരുമെന്നുള്ള എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചു. മാർച്ച് 1 എക്സിൽ പങ്കുവെച്ച കുറിപ്പിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള സയ്യിദ് അബ്ബാസ് അരഗാച്ച് രാജ്യത്തിന്റെ പ്രതിരോധ തന്ത്രങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹം ഇങ്ങനെയാണ് കുറിച്ചു വെച്ചത്: ഞങ്ങളുടെ കിഴക്കും പടിഞ്ഞാറുമുള്ള രാജ്യങ്ങളിൽ, അതായത് പാകിസ്ഥാൻ, ഇറാഖ്, അമേരിക്കൻ സൈന്യത്തിനുണ്ടായിട്ടുള്ള പരാജയങ്ങളെക്കുറിച്ച് പഠിക്കാൻ 2 പതിറ്റാണ്ടോളം സമയം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. അതിൽ നിന്നുള്ള പാഠങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തു. ഞങ്ങളുടെ തലസ്ഥാനത്ത് ബോംബാക്രമണം നടക്കുന്നത് യുദ്ധം ചെയ്യുവാനുള്ള ഞങ്ങളുടെ കഴിവിനെ ഒട്ടും ബാധിക്കില്ല. യുദ്ധം എപ്പോൾ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നത് ഈ ഡിസെൻട്രലൈസ്ഡ് മൊസൈക് ഡിഫൻസ് തന്ത്രമാണ് എന്നുള്ളതാണ്. ഇറാന്റെ സൈനിക യൂണിറ്റുകൾ ഇപ്പോൾ സ്വതന്ത്രവും ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലുമാണ് എന്നും
മുൻകൂട്ടി നൽകിയിട്ടുള്ളവ പൊതുനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നും അവ പ്രവർത്തിക്കുന്നതെന്ന് അരാഗാച്ചി പറയുമ്പോൾ ഇറാന്റെ ഈ മൊസൈക് ഡിഫൻസ് എന്ന് പറയപ്പെടുന്നത് ആ തന്ത്രത്തിന്റെ ശില്പി എന്ന് പറയപ്പെടുന്ന മേജർ ജനറൽ മുഹമ്മദ് അലി ജാഫറിയാണ്. ഉന്നത നേതൃത്വം നഷ്ടപ്പെട്ടാലും രാജ്യം പോരാട്ടം തുടരുമെന്ന് ഉറപ്പാക്കാൻ വർഷങ്ങളോളം നീള പരിശ്രമത്തിലൂടെ അദ്ദേഹം ഇറാന്റെ സൈനിക സിദ്ധാന്തത്തെ മാറ്റി എഴുതുന്ന കാഴ്ചയാണ് അതിലൂടെ ഉണ്ടാക്കിയെടുത്തത്. മൊസൈക് സിദ്ധാന്തം ഇറാനെ ചിലപ്പോൾ വിജയിയാക്കിയേക്കില്ല, പക്ഷെ ഇറാന്റെ തോൽവി അത് അസാധ്യമാക്കുന്നുണ്ട്. സത്യത്തിൽ ഈ മേജർ ജനറൽ മുഹമ്മദ് അലി ജാഫരി ആരാണ് എന്ന് ചിന്തിച്ചു തുടങ്ങിയാൽ റാൻഡ് ഓർഗനൈസേഷന്റെ 2013 റിപ്പോർട്ട് അനുസരിച്ച് പഹ്ലവി രാജവംശത്തെ പുറത്താക്കിയ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ കുർദിസ്ഥാൻ പ്രവിശ്യയിൽ പ്രവർത്തിച്ചിരുന്ന IRGC ഇന്റലിജൻസ് യൂണിറ്റിലാണ് ഈ ജാഫരി എന്ന് പറയപ്പെടുന്ന വ്യക്തി തന്റെ സൈനിക ജീവിതം ആരംഭിക്കുന്നത്. 1979 മുതൽ 89 വരെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്ത് ജാഫരി ക്രമേണ സൈന്യത്തിന്റെ ഉന്നത പദവികളിലേക്ക് ഉയർന്നു. യുദ്ധാനന്തരം 1992 IRGC കരസേനയുടെ മൊത്തത്തിലുള്ള കമാൻഡറായിട്ടും ടെഹ്റാൻ പ്രതിരോധത്തിന്റെ ചുമതലയുള്ള IRGCയിലെ ഉന്നത യൂണിറ്റ് ആയിട്ടുള്ള സാരള്ളയുടെ തലവനായിട്ടും അദ്ദേഹം നിയമിതനായി. 2005 അദ്ദേഹം ഗാഡ് സെന്റർ ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിന്റെ ഡയറക്ടറായിട്ട് ചുമതലയേറ്റു. US ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് റിപ്പോർട്ട് പ്രകാരം ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ നിന്നും 2003 അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന ഇറാഖ് അധിനിവേശത്തിൽ, അതായത് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്നുള്ള യുദ്ധങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇറാന്റെ മൊസൈക് സിദ്ധാന്തം രൂപപ്പെടുത്തുന്നതിനുള്ള ജാഫരി തന്റെ ഡയറക്ടർ പദവിയിലുള്ള സമയം വിനിയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. 2007 അദ്ദേഹം IRGCയുടെ കമാൻഡർ ഇൻ ചീഫായി നിയമിതനാകുന്നു. തന്റെ ഔദ്യോഗിക കാലയളവിലുടനീളം മൊസൈക് ഡിഫൻസ് സിദ്ധാന്തം നടപ്പിലാക്കുന്നതിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നുള്ളതാണ്. ഇന്ന് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളെ പ്രതിരോധിക്കുവാനുള്ള ഇറാന്റെ കരുത്ത് എന്ന് പറയപ്പെടുന്നത് ഈ മൊസൈക് ഡിഫൻസ് തന്ത്രമാണ്. മൊസൈക് സിദ്ധാന്തം രൂപീകരിക്കുവാൻ ജാഫരിയെ പ്രേരിപ്പിച്ച പാഠങ്ങൾ എന്ന് പറയപ്പെടുന്നത് US ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസിന്റെ 2010 റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ മൊസൈക് ഡിഫൻസ് സിദ്ധാന്തം രൂപപ്പെട്ടത് ഇറാൻ ഇറാഖ് യുദ്ധത്തിലെ അനുഭവങ്ങളിൽ നിന്നും 2003 അമേരിക്കൻ ഇറാഖ് അധിനിവേശത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളിൽ നിന്നുമാണ്. ഇറാൻ ഇറാഖ് യുദ്ധം ദീർഘകാലം നീണ്ടുനിന്ന സംഘർഷമായിരുന്നു. ഇതിനിടെ ഇറാന്റെ മണ്ണിലേക്ക് കരസേനയെ അയച്ച് അധിനിവേശം നടത്താൻ ശ്രമിക്കുകയും ഇറാൻ സൈന്യത്തിന് നേരെ രാസായുധങ്ങൾ പ്രയോഗിക്കുകയും നഗരങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു. ഇതിന് മറുപടിയായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള ബാസിറ്റ് മിഷികളെ ഉപയോഗിച്ച് വൻതോതിലുള്ള കൂട്ട ആക്രമണങ്ങളിലൂടെയാണ് ഇറാൻ അന്ന് തിരിച്ചടിച്ചത് എന്നുള്ളതാണ്. സദ്ദാം ഹുസൈന്റെ കാലത്തെ ഇറാഖും അന്നത്തെ അമേരിക്കയും ഇറാനോട് സ്വീകരിച്ചത് ഒരേ രീതിയാണ്: അധിനിവേശവും നഗരങ്ങൾ ലക്ഷ്യമിട്ടുമുള്ള മിസൈൽ വർഷവും. എന്നാൽ ഈ വെല്ലുവിളികളെ അതിജീവിക്കുവാൻ പഴയ അനുഭവങ്ങളിൽ നിന്നാണ് ജാഫരി പുതിയ ആയുധം കണ്ടെത്തിയത്. അത്യാധുനിക ആയുധങ്ങളുള്ള ഒരു ശത്രുവിനെ നേരിടുമ്പോൾ സാധാരണ സൈനിക വിന്യാസം പരാജയപ്പെടുമെന്ന് ഇറാൻ ഇറാഖ് യുദ്ധം ജാഫരിയെ പഠിപ്പിച്ചു. ഇതിനെ മറികടക്കാൻ സൈന്യത്തെ ചെറിയ യൂണിറ്റുകളായി വിഭജിക്കുകയായിരുന്നു. അതായിരുന്നു ഏക വഴി. സാധാരണ ജനങ്ങളെ സൈനികമായിട്ട് അണിനിരത്തുന്നതിലൂടെ ഏത് വൻശക്തിയെയും പ്രതിരോധിക്കാമെന്ന് ബസിജ് സേന തെളിയിച്ചു. ഇതാണ് പ്രാദേശികമായിട്ട് പ്രവർത്തിക്കുന്ന സ്വതന്ത്ര സൈനിക യൂണിറ്റുകൾ എന്ന മൊസൈക് ആശയത്തിന് തന്നെ അടിത്തറയായത് എന്നുള്ളതാണ്. അന്ന് സദ്ദാം ഹുസൈൻ കൊല്ലപ്പെട്ട ശേഷം ഇറാഖ് സൈന്യം തകർന്നത് ജാഫരി സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു. ഭരണം തകർന്നാലും ജനകീയ പ്രതിരോധം തുടരണമെങ്കിൽ അധികാരം ഒരിടത്ത് കേന്ദ്രീകരിക്കരുത് എന്ന പാഠം അതോടുകൂടി അദ്ദേഹം ഉൾക്കൊണ്ടു. ഇന്ന്, അതായത് ഈ 2026 അമേരിക്കൻ മിസൈലുകൾക്ക് ഇറാന്റെ നട്ടലൊടിക്കാൻ കഴിയാത്തത് 2 പതിറ്റാണ്ട് മുൻപേ ജാഫരി തയ്യാറാക്കിയ ഈ മൊസൈക് തടവറയിൽ പെന്റഗൺ കുടുങ്ങിയതുകൊണ്ടാണ്. US ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസിന്റെ നിരീക്ഷണം അനുസരിച്ച് വൻതോതിലുള്ള നാശനഷ്ടങ്ങൾ സഹിച്ചും കരുത്തരായ ഇറാഖ് സൈന്യത്തെ ഒടുങ്ങാത്ത ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുവാനും ഇറാൻ അന്ന് സാധിച്ചു എന്നുള്ളതാണ്. തങ്ങളെക്കാൾ കരുത്തരായ ശത്രു സൈന്യത്തിന്റെ അധിനിവേശത്തെ നീണ്ടു നിൽക്കുന്ന പോരാട്ടത്തിലൂടെ തളർത്തി തോൽവി ഒഴിവാക്കുക എന്ന തന്ത്രമാണ് മൊസൈക് സിദ്ധാന്തത്തിന്റെ പ്രധാനമായിട്ടുള്ള തൂണെന്ന് പറയപ്പെടുന്നത്. 2003 അമേരിക്കൻ ഇറാഖ് അധിനിവേശത്തെയും ജാഫരി വളരെ സൂക്ഷ്മമായി പഠിച്ചിരുന്നു. റാൻഡ് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം സദ്ദാം ഹുസൈൻ എന്ന ഏകാധിപതിയുടെ കീഴിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട ഒരു കമാൻഡ് സ്ട്രക്ചർ കാരണം 2003 ഇറാഖ് സൈന്യം പൂർണ്ണമായിട്ടും തളർന്നു പോയിരുന്നു. ഇറാഖി സൈന്യത്തിനും റിപ്പബ്ലിക്കൻ ഗാർഡ് യൂണിറ്റുകൾക്കും തമ്മിൽ ഏകോപനം നടത്തുവാൻ ഈ സംവിധാനം തടസ്സമായി. ഡിവിഷൻ കോർപ്സ് തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും സദ്ദാമിന്റെ അനുമതിയില്ലാതെ ചെറിയ സൈനിക നീക്കങ്ങൾ പോലും നടത്തുവാൻ സാധിച്ചിരുന്നില്ല. ഇതിന്റെ ഫലമായിട്ട് സ്വന്തം നിലയിൽ പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഇറാഖ് സൈന്യത്തിന് അമേരിക്കൻ സഖ്യസേനയുടെ മുന്നേറ്റത്തെ ചെറുക്കുവാനും കഴിഞ്ഞില്ല. സദ്ദാം ഹുസൈന്റെ ഭരണകൂടം അതിവേഗം തകർന്നതോടെയാണ് IRGCയും ഇറാന്റെ പതിവ് സായുധ സേനയായിട്ടുള്ള ആർട്ടേഷും ഉന്നത നേതൃത്വവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാലും തകരാതെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ പ്രാപ്തരാകണമെന്ന് ജാഫരിയും ഒപ്പം തന്നെ മറ്റ് ഇറാനിയൻ ഉദ്യോഗസ്ഥരും തിരിച്ചറിഞ്ഞത് എന്നതാണ്.
2026 അമേരിക്കൻ ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ ഉന്നത നേതൃത്വം കൊല്ലപ്പെട്ടിട്ടും രാജ്യം പതറാത്തതിന് പിന്നിൽ ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് മേജർ ജനറൽ മുഹമ്മദ് അലി ജാഫരി വിഭാവനം ചെയ്ത മൊസൈക് ഡിഫൻസ്. 2005 IRGC സ്ട്രാറ്റജിക് സ്റ്റഡീസ് ഡയറക്ടറായിരിക്കെ ജാഫരി രൂപം നൽകിയ ഈ പ്രതിരോധ സിദ്ധാന്തം ഇന്ന് ഇറാന്റെ അതിജീവനത്തിന്റെ ആധാരശിലയാണ്. റാൻഡ് ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം 2 പ്രധാന വെല്ലുവിളികൾ നേരിടുവാനാണ് ജാഫരി ഈ തന്ത്രം മെനഞ്ഞത്. മൃദുവിപ്ലവം, വിദേശ സഹായത്തോടെ NGOകളും ആക്ടിവിസ്റ്റുകളും വഴി ഭരണകൂടത്തെ അട്ടിമറിക്കുവാനുള്ള ശ്രമം, അമേരിക്കയുടെ നേരിട്ടുള്ള സൈനിക നീക്കത്തിലൂടെ ഭരണകൂടത്തെ പുറത്താക്കുവാനുള്ള ശ്രമം. സത്യത്തിൽ പരമ്പരാഗത സൈന്യങ്ങളെ പോലെ ഒരൊറ്റ കമാൻഡ് സെന്ററിൽ നിന്നും ഉത്തരവുകൾ വരുന്നതിന് പകരം ഇറാന്റെ പ്രതിരോധത്തെ ഒട്ടേറെ സ്വതന്ത്ര കഷ്ണങ്ങളായി വിഭജിക്കുന്ന രീതിയാണ് മൊസൈക് സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇറാന്റെ ദുർഘടമായിട്ടുള്ള മലനിരകളും വിശാലമായിട്ടുള്ള ഭൂപ്രദേശങ്ങളും ഉപയോഗപ്പെടുത്തി ശത്രുവിനെ ദീർഘകാല യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുക എന്നതാണ് മൊസൈക്കിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. മൊസൈക് ഡിഫൻസിന്റെ ഏറ്റവും വലിയ സവിശേഷത IRGCയെ അർദ്ധ സ്വയംഭരണ അധികാരമുള്ള പ്രവിശ്യ കമാൻഡുകളായി പുനഃസംഘടിപ്പിച്ചു എന്നതാണ്. ഇതിന്റെ പ്രത്യേകതകൾ എന്ന് പറയപ്പെടുന്ന ഓരോ പ്രവിശ്യയ്ക്കും സ്വന്തമായിട്ട് ആസ്ഥാനം, കമാൻഡ് ആൻഡ് കമാൻഡ് കൺട്രോൾ സംവിധാനം എന്നിവയുണ്ട് എന്നുള്ളതാണ്. ഓരോ കമാൻഡിനും സ്വന്തമായിട്ട് മിസൈൽ ഡ്രോൺ ശേഖരം, വെടിക്കോപ്പുകൾ, ഇന്റലിജൻസ് വിഭാഗം എന്നിവ അടക്കമുണ്ട്. സമുദ്രതീരങ്ങളുള്ള പ്രവിശ്യകൾക്ക് സ്വന്തമായിട്ട് ഫാസ്റ്റ് അറ്റാക്ക് ബോട്ടുകളും എല്ലാ പ്രവിശ്യകൾക്കും കീഴിൽ പ്രാദേശികമായിട്ട് പ്രവർത്തിക്കുന്ന ബസിക് മിലിഷ്യ യൂണിറ്റുകളും വിന്യസിച്ചു. ടെഹ്റാനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടാൽ പോലും മുൻകൂട്ടി നൽകിയിട്ടുള്ള പ്ലാനുകൾ അനുസരിച്ചിട്ട് സ്വന്തം നിലയിൽ യുദ്ധം തുടരാൻ ഓരോ പ്രവിശ്യ കമാൻഡർക്കും പൂർണ്ണമായിട്ടുള്ള അധികാരം നൽകി. ഇവിടെ പെന്റഗന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിയത് ഈ മിസൈൽ വിപ്ലവത്തിലാണ്, ഈ മൊസൈക് വിപ്ലവത്തിലാണ്. 2026 മാർച്ച് മാസം 13 കഴിഞ്ഞ ദിവസം യുദ്ധം 2 ആഴ്ച പിന്നിടുമ്പോഴും ഇറാൻ തളരാത്തത് ഈ 31 കമാൻഡുകളും 31 വ്യത്യസ്ത സൈന്യങ്ങളായി അമേരിക്കയ്ക്കെതിരെ പൊരുതുന്നതുകൊണ്ടാണ്. തലയറുത്താൽ ഉടൽ വീഴുമെന്ന ഇറാഖ് മോഡൽ തന്ത്രം ഇറാനിൽ പരാജയപ്പെട്ടത് ജാഫരിയുടെ ഈ മൊസൈക് വിപ്ലവം കാരണമാണ്. 2007 IRGC കമാൻഡറായി ചുമതലയേറ്റ ശേഷം ജാഫരി ഈ പദ്ധതിയെ പൂർണ്ണമായി നടപ്പിലാക്കിയെന്നാണ്. ബാസിക് സേനയെ IRGCയിൽ ലയിപ്പിക്കുകയും യുദ്ധശേഷി എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അന്തരിച്ച പരമോന്നത നേതാവ് ഖമേനിയുടെ അംഗീകാരത്തോടുകൂടി നടപ്പിലാക്കിയ ഈ വികേന്ദ്രീകരണം പ്രാദേശിക കമാൻഡർമാർക്ക് കേന്ദ്രത്തിന്റെ മേൽനോട്ടമില്ലാതെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങൾക്കായിട്ട് പ്രവർത്തിക്കുവാൻ വലിയ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സംവിധാനമായി മാറി എന്നുള്ളതാണ്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായിട്ടുള്ള ഈ പോരാട്ടത്തെ റമദാൻ യുദ്ധം എന്നാണ് ടെഹ്റാൻ വിളിക്കുന്നത്. ഫെബ്രുവരി 28 യുദ്ധത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഇറാന്റെ രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒന്നടങ്കം കൊല്ലപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. രാജ്യത്തെ 31 സ്വയംഭരണ സൈനിക കമാൻഡുകൾ മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചടിച്ചു. US ഇസ്രായേൽ സൈനിക താവളങ്ങൾക്കും ഒപ്പം തന്നെ വിമാനത്താവളങ്ങൾ, എണ്ണ ശുദ്ധീകരണശാലകൾ, കുടിവെള്ള പ്ലാന്റുകൾ തുടങ്ങിയ സിവിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള UAE, ഖത്തർ, സൗദി അറേബ്യ, ഒപ്പം തന്നെ ബഹ്റൈൻ, ഒമാൻ എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തുവാൻ കഴിഞ്ഞു എന്നതാണ്. മാത്രമല്ല ഈ ആക്രമണം എന്ന് പറയപ്പെടുന്നത് വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡിഫൻസ് സ്പെഷ്യലിസ്റ്റ് ഫർസിൻ നദീമി പറഞ്ഞതുപോലെ ഓരോ പ്രവിശ്യയും ഓരോ മൊസൈക് ആണ് എന്നുള്ളതാണ്. ടെഹ്റാനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടാലും അവർക്ക് ഒരു സൈനിക ശക്തിയായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. ഇതാണ് നേതൃത്വം നഷ്ടപ്പെട്ടിട്ടും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരാൻ ഇറാനെ സഹായിക്കുന്നത് എന്ന് മറന്നു പോകരുത്. ആയത്തുള്ള അലി ഖമേനി മരിച്ചതുകൊണ്ടോ അല്ലെ അദ്ദേഹത്തെ വധിച്ചതുകൊണ്ടോ ഇറാൻ തകർന്നു പോകാത്തത് അതുകൊണ്ടാണ്. ഓസ്ട്രേലിയൻ എഴുത്തുകാരായിട്ടുള്ള ഷാനക അൻസ്ലെ പെരേര എക്സിൽ കുറിച്ചു വെച്ചത് ഇങ്ങനെയായിരുന്നു: ഇറാൻ ഒരു ആത്മഹത്യാ ദൗത്യത്തിലല്ല, അത് ഓട്ടോ പൈലറ്റിലാണ്. മൊസൈക് സിദ്ധാന്തം ജയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല, തോൽവി അസാധ്യമാക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. കേന്ദ്രീകൃത സൈന്യങ്ങൾ എങ്ങനെ മരിക്കുന്നു എന്ന് ജാഫരി പഠിച്ചു. മരിക്കാത്ത ഒരു സൈന്യത്തെ അദ്ദേഹം നിർമ്മിച്ചു. ഇതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇറാന്റെ മുന്നിൽ മുട്ടുമടക്കുന്ന ട്രംപിനെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. തലയറുത്തു മാറ്റുന്ന അമേരിക്കൻ തന്ത്രം പിഴച്ചുപോയത് ഈ ജാഫരിയുടെ ഈ മൊസൈക് വിപ്ലവം ഉള്ളത് കൊണ്ടാണ് എന്ന് പറയേണ്ടിയിരിക്കും.